السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أولياؤه إلا المتقون. صدق الله مولانا العلي العظيم. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഈ മഹത്താവുന്ന സദസ്സിൽ ഇവിടെ സമ്മേളിച്ച ബഹുമാനമുള്ള മോമിനിയങ്ങൾ, ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും എല്ലാമായിരുന്ന അത്തിപ്പറ്റ മുഹീദ്ദീൻകുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖദ, അവരുടെ ഈ വർഷത്തെ ഉറൂസിൻ്റെ സമാപന ചടങ്ങാണത്. ആ ചടങ്ങ് അവസാനിച്ചെങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് ആദ്യം തന്നെ അറിയിച്ചിരുന്നു. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കലും ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് പോവാം. കാരണം അങ്ങനെ എനിക്കറിയാം എങ്ങനെയായാലും ഇവിടെ കുറച്ച് ആളുകൾ അധികം കൂടുന്നുള്ളത്. കാരണം ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർ നമ്മളെങ്ങനെ നിയന്ത്രിച്ചാലും COVID-19 അതിൻ്റെ പ്രത്യേകമാവുന്ന നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഒരുപാട് ആളുകൾ വന്നു കൂടുന്നുള്ളത് ഉറപ്പുണ്ടായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞത്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നൊന്ന് സിയാറത്ത് ചെയ്ത് സ്വകാര്യമായി പോകാമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അല്ലെങ്കിൽ ഇന്ന് വരണ്ട, നാളെ മറ്റന്നാളെ എപ്പോഴെങ്കിലും ഒന്ന് വരാമെന്ന്. പിന്നെ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിൻ്റെ മക്കൾ, പ്രത്യേകിച്ച് അബ്ദുൽ വാഹിദ് മുസ്ലിയാർക്കൊക്കെ ഒരു മാനസികമായി ഒരു പ്രയാസമാവോ ഞാൻ വരാതിരിക്കണത് എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇന്ന് തന്നെ വന്നത്. അപ്പോൾ ഏതായാലും മഹാന്മാരുടെ ഈ ഉറൂസുകൾ, ഞാനതിൻ്റെ ലക്ഷ്യങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കല്ല. അത് മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസുകളുടെ അടിസ്ഥാനത്തിലും ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും അത് പറയലുണ്ട്. ഞാൻ അപ്പോൾ അത് വിശദീകരിക്കാൻ പോവല്ല. മഹാനാവുന്ന ഇമാം ബൈഹഖി റിവായത്ത് ചെയ്യുന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും മഹത്തുക്കളാവുന്നതായ ചരിത്രത്തിൻ്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായ പല രേഖകളുടെ അടിസ്ഥാനത്തിലും വളരെ വ്യക്തമായിട്ട് സ്ഥിരപ്പെട്ടതായ ഒന്നാണ് ഉറൂസ്. ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് ഈ നടത്തപ്പെടുന്ന പരിപാടികളൊക്കെ, ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ജീവിത കാലഘട്ടത്തിൽ അത് ചെയ്ത് കാണിച്ചെന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും ഇമാം ബൈഹഖി റിവായത്ത് ചെയ്ത ഹദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ഉറൂസ് അത് ഇസ്ലാമികമായിട്ട് വളരെയധികം അടിസ്ഥാനമുള്ള ഒരു സംഗതിയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സിയാറത്ത് പല നിലക്കുമാണ്. മഹാനാവുന്ന ഇമാം സർക്കശി തങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ അതൊരു 4-5 രൂപത്തിലാണ് സിയാറത്ത്. അതിൽപ്പെട്ട ഒന്നാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ സാലിഹീങ്ങളാവുന്ന ആളുകളെ സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. ആ സിയാറത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവരിൽ നിന്നുള്ളതായ മദദ്, അത് സിയാറത്ത് ചെയ്യണതായ സാഹിര്യങ്ങൾക്ക് ഇങ്ങോട്ട് അത് ലഭിക്കപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ അംബിയാവ്, അള്ളാഹുവിൻ്റെ ഔലിയാവ്, സാലിഹീങ്ങളൊക്കെ സിയാറത്ത് ചെയ്യണം. കുടുംബങ്ങളെ സിയാറത്ത് ചെയ്യണത് വേറൊരു വകുപ്പാണ്. ആഖിറത്തിനെ ഏത് സിയാറത്തിലും പ്രത്യേകമായി ഉണ്ടാവുന്ന ഒരു സംഗതിയാണ് തുദക്കിറുൽ ആഖിറ. ആഖിറത്തിനെ സംബന്ധിച്ചുള്ളതായ ഒരു ഓർമ്മ അത് ഉണ്ടാക്കുന്നുള്ളത്. അത് വളരെ സ്പഷ്ടമായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. ഫഇന്നഹ തുദക്കിറുൽ ആഖിറ. അതെല്ലാം ഈ 5 വകുപ്പിൽപ്പെട്ട ഏത് സിയാറത്തിലുള്ളതാണ് ആഖിറത്തിനെ സംബന്ധിച്ചുള്ള ഓർമ്മ.
അത് ഏതൊരു ഖബറിനെ സിയാറത്ത് ചെയ്യുമ്പോഴും അതുണ്ടാവും. അതോടുകൂടി ഉമ്മവാപ്പാന്മാരെ സിയാറത്ത് ചെയ്യണത്, സുഹൃത്തുക്കളെ സിയാറത്ത് ചെയ്യണത്, കുടുംബങ്ങളെ സിയാറത്ത് ചെയ്യണത്, അങ്ങനെ പലരെയും സിയാറത്ത് പല സ്വഭാവത്തിലാണ്. അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന അമ്പിയാവ്, ഔലിയാവ്, സ്വാലിഹീങ്ങൾ അവരെ സിയാറത്ത് ചെയ്യുമ്പോൾ ആ സിയാറത്ത് കൊണ്ട് പ്രത്യേകമായി ഉദ്ദേശിക്കപ്പെടുന്നത് ഫഇന്നഹ തുദക്കിറുൽ ആഖിറ എന്ന അടിസ്ഥാനപരമായ കാരണം ഒരു ഗുണം അവിടെ ഉണ്ടെങ്കിലും അതോടൊപ്പം അവരിൽ നിന്നുള്ളതായ ആ മദതുകൾ നമുക്ക് ഇങ്ങോട്ട് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഈ സിയാറത്ത് കൊണ്ട്, ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്നതായ അള്ളാഹുവിൻ്റെ അമ്പിയാവ്, അള്ളാഹുവിൻ്റെ ഔലിയാവ്, സ്വാലിഹീങ്ങൾ അവരെ പ്രത്യേകമായി കൊണ്ടിട്ട് അവരെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അവരെ ഹബീബീങ്ങളാവുന്ന അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നതായ അവരോട് ബന്ധപ്പെട്ടതായ ആളുകൾക്ക് ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു അവസരം സൃഷ്ടിച്ചു കൊടുക്കുക. ആ അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് അത് വർഷത്തിലൊരിക്കലാവുക. വർഷത്തിലൊരിക്കൽ സൃഷ്ടിച്ചു കൊടുക്കുക. വർഷത്തിലൊരിക്കലോ 2 വർഷം കൂടുമ്പോഴോ 3 വർഷം കൂടുമ്പോഴൊക്കെ ചെയ്യാം. പക്ഷേ വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേകമായ സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംഘടിപ്പിച്ചിരുന്നു എന്നുള്ളത് ഇമാം ബൈഹഖി റിവായത്ത് ചെയ്ത ഹദീസ് നമുക്ക് മനസ്സിലാവും. വർഷത്തിലൊരിക്കൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമല്ലായിരുന്നു, ആ സഹാബത്തിൽ നിന്നുള്ള പല പ്രമുഖരെയും കൂട്ടി അതോടൊപ്പം സഹാബിയാത്താവുന്നതായ ബീവിമാരും അതിൽ കൂടിക്കൊണ്ടിട്ട് വർഷത്തിലൊരിക്കൽ മഹാന്മാരാവുന്ന ശുഹദാഇൻ്റെ ഒക്കെ ഖബർ റസൂൽ സിയാറത്ത് ചെയ്തു. ഇതാണ് സിയാറത്ത് വർഷത്തിലൊരിക്കൽ അങ്ങനെ ഒരു ഉറൂസിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ നടത്തപ്പെടുന്നതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം. അതോടൊപ്പം ഈ ഉറൂസിൽ നടത്തപ്പെടുന്ന സംഗതി ഒന്ന്, ഇപ്പം സുന്നികളാവുന്ന നമ്മൾ സിയാറത്ത് ചെയ്യണത് പോലെ സിയാറത്ത് ചെയ്യാം. ആദ്യമായിട്ട് അൽ ഫാത്തിഹ പറയാം. ആ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അവിടെ മഖ്ബൂറാവുന്നതായ ആ ഖബറാളിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് ഓതൽ, അത് പിന്നെ സുന്നത്തായ സൂക്തങ്ങളും ആയത്തുകളും പിന്നെ സൂറകളൊക്കെ ഉണ്ടാവും. അതവിടുന്ന് ഓതുക. അത് ഓതിക്കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ദുആ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തു കാണിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. അതും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ പോയി. അത് 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പോയതെന്നാണ് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസ് തന്നെയാണത്. 8 വർഷം കഴിഞ്ഞ് എപ്പോഴും റസൂലുള്ളാഹി ഉഹദ് ശുഹദാഇനെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു, ആഴ്ചയിലൊക്കെ. പക്ഷേ 8 വർഷം കഴിഞ്ഞിട്ടൊരു പ്രത്യേക സിയാറത്ത് നബി പോയി. ആ സിയാറത്ത് ഇനി എന്തിനു വേണ്ടി റസൂലുള്ളാഹി പോയത് ചോദിച്ചാൽ, സിയാറത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതായ അതിൻ്റെ ആ ദുആൻ്റെ സ്വഭാവം മനസ്സിലാക്കി തരാൻ വേണ്ടി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തത്. സ്വലാത്തുഹു അലൽ ജനാസത്തി എന്നാണ് ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തുന്നത്. ജനാസസ്കാരത്തിലുള്ളതായ ഒരു ദുആ പോലെ നബി ദുആ ചെയ്തു. അല്ല ജനാസസ്കാരം നിസ്കരിച്ചു എന്നല്ല. കാരണം 8 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഖബറിൻ്റെ പുറത്ത് പോയി നിസ്കരിക്കാൻ പറ്റൂല എന്നാണ്. ശുഹദാഇൻ്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന് പറയണ അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായം തന്നെ 8 വർഷം കഴിഞ്ഞാൽ പറ്റൂല. 3 ദിവസം വരെ അവരെടുത്ത് ഖബറുകളിൽ ചെന്ന് നിസ്കരിക്കാൻ പറ്റും, അതിൻ്റെ അപ്പുറം പറ്റൂല എന്നാണ്. നമ്മളെടുത്ത് അങ്ങനെയല്ല. നമ്മളെടുത്ത് ഖബറുകളിൽ എപ്പോഴും പോയി നിസ്കരിക്കാം, ഖബർ മയ്യത്ത് തുരുമ്പാത്ത കാലത്തും. പക്ഷേ ഈ ശുഹദാഇൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് ഷാഫി മദ്ഹബിലില്ല. മറ്റുള്ള അയിമ്മത്തിൻ്റെ മദ്ഹബിലും ശുഹദാഇൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കലില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് ശുഹദാഇൻ്റെ അടുത്ത് എന്ന് മയ്യത്ത് നിസ്കരിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. കാരണം അയിമ്മത്തുൽ അർബഅത്തിൻ്റെ ഇത്തിഫാഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെയ്തത് മയ്യത്ത് നിസ്കാരമല്ല. പിന്നെന്താ സ്വലാത്തുഹു അലൽ ജനാസത്തി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? ജനാസ നിസ്കാരത്തിലുള്ളതായ ആ ദുആ പോലത്തെ ദുആ നബി ദുആയിരുന്നു. എന്താ ജനാസ നിസ്കാരത്തിലുള്ള ദുആ? ആദ്യം ഫാത്തിഹ ഓതും. അതിനെയാണ് ഇവിടെ വന്ന് നമ്മൾ ചെയ്യുന്നത്, ആദ്യം ഫാത്തിഹ ഓതും. രണ്ടാമത്തെ തക്ബീറിൻ്റെ ശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയേണ്ടത്. രണ്ടാമത്തെ തക്ബീറിൻ്റെ ശേഷം ആദ്യം തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയല്ല. വയുന്ദബു ഖൗലു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന സുന്നത്താണെന്നാ ഫുഖഹാ.
അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ തക്ബീറിൻ്റെ ശേഷം ദുആ മറ്റുള്ളതായ ദുആകളൊക്കെ ചെയ്യാം. ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യണത്. അപ്പം ഖബറുകൾ സുന്നികളാവുന്ന നമ്മൾ ചെയ്യണതായ ഈ ദുആ അതിൻ്റെ സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കാണിച്ചു തന്നത്. അതാണ് സിയാറത്തിൽ പ്രധാനമായുള്ള ഒന്ന്. മഹാന്മാരാവുന്ന ആളുകളെ സിയാറത്തിന് വരുമ്പോൾ അവിടെ കൂടിയ ആളുകൾ അവിടുന്ന് എന്താക്കുക, സിയാറത്ത് ഇതേപോലെ സിയാറത്ത് ചെയ്യാം. പിന്നെ ഭക്ഷണ വിതരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പല നബിൻ്റെ ഭാര്യമാരിൽപ്പെട്ട പലരും മറ്റുമൊക്കെ മരണപ്പെട്ട് ഒരു വർഷം തികയുമ്പോൾ അവിടെ റസൂലുള്ള ആടിനെ അറക്കലും ആ ആടിനെ അവരോട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുത്തയക്കും. അതുതന്നെയാണ് ഇപ്പോൾ ഉറൂസിലും ചെയ്യണത്. ഇവിടെ വരുന്നവരൊക്കെ മൂപ്പരോട് ബന്ധപ്പെട്ട ആളുകളാണ്. ആ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഉറൂസിൽ ചെയ്യപ്പെടുന്നതായ ഉറൂസ് എന്ന് പറഞ്ഞാൽ ഉറൂസിൽ ഒരു നിലക്കുള്ള അനാചാരമില്ല. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉറൂസിൽ ഇവിടെ നടത്തപ്പെടുന്നത് മുഴുവനും ഉറൂസിൽ പെട്ടതാണെന്നല്ല, ഇവിടെ നിന്നല്ല, ഇവിടെ ഒന്നും അങ്ങനത്തെ ഇല്ല. ചില ഉറൂസുകൾ കാണുന്നത് മുഴുവനും അത് ഉറൂസിൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനത്തിൽ പെടുന്നതല്ല. ഉറൂസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് ഇതാണ്. ഒന്ന്, ഒരു പ്രത്യേകമാവുന്ന വർഷത്തിലൊരിക്കലോ 2 വർഷം കൂടുമ്പോഴോ 3 വർഷം കൂടുമ്പോഴോ സിയാറത്തിന് വേണ്ടിയുള്ളൊരു സൗകര്യം ആ വലിയനോട് അല്ലെങ്കിൽ ആ സ്വാലിഹായ മനുഷ്യനോട് അല്ലെങ്കിൽ ആ നബിയോട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഒന്നത് അവിടെ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്താ? ഇപ്പം നമ്മൾ ചെയ്തതുപോലുള്ളതായ സിയാറത്തുകൾ ചെയ്യാം. ആ സിയാറത്ത് കൊണ്ട് നമുക്ക് ഇങ്ങോട്ടുള്ളതായ ചില ഗുണങ്ങൾ ലഭിക്കപ്പെടാൻ വേണ്ടിയാണ് മഹാന്മാരെ നമ്മൾ സിയാറത്ത് ചെയ്യണത്. മൂന്നാമതൊന്ന് ഉറൂസിൽ നടക്കപ്പെടുന്നത് എന്താ? അവരോട് ബന്ധപ്പെട്ടതായ അവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഈ 3 സംഗതികളും. പിന്നെ അതോടുകൂടി അവിടെ വല്ല പ്രസംഗങ്ങളൊക്കെ നടത്തുക. അതും തന്നെ എന്താ, അതിന് ഒരു കുഴപ്പമില്ല. മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ തന്നെ ഒരു കിതാബിൻ്റെ തർജമ കൊണ്ടുവരുന്നത് തന്നെ അതിൻ്റെ തലക്കെട്ടിൻ്റെ മൂപ്പര് കൊടുത്തത് എന്താണെന്നറിയോ? ബാബു ഖുഊദിൽ മുഹദ്ദിസി ഇൻദൽ ഖബർ വഹൗലഹു വസ്ഹാബുഹു എന്നാ. ഖബറിൻ്റെ അടുത്ത് നിന്ന് വഴുത് പറയുന്നവൻ ഇരിക്കുക നിൽക്കുക എന്തെങ്കിലും ചെയ്യുക, എന്നിട്ട് പോകാൻ വഴുത് പറയുക. ഇരുന്ന് പറഞ്ഞാലും വേണ്ടില്ല, നിന്ന് പറഞ്ഞാലും വേണ്ടില്ല. പിന്നെ വഹൗലഹു വസ്ഹാബുഹു, വഴുത് കേൾക്കാൻ വന്നവർ ചുറ്റും നിൽക്കുക. അപ്പോൾ ഒരു മഹാന്മാരെ ഖബറിൻ്റെ അടുത്ത് വെച്ച് ഒരു വഴുത് സംഘടിപ്പിച്ചു. അത് അവിടെ നിന്ന് പറഞ്ഞാലും വേണ്ടില്ല, ഇരുന്ന് പറഞ്ഞാലും വേണ്ടില്ല, അത് കേൾക്കാൻ വേണ്ടി ആളുകൾ വന്നാലും വേണ്ടില്ല. ഇതാണിപ്പോൾ ഉറൂസിലുള്ള മറ്റൊരു സംഗതി. അപ്പോൾ ഉറൂസിൽ നമ്മൾ ചെയ്യപ്പെടുന്ന എല്ലാ സംഗതികളും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസുകളുടെയും ഇമാം ബൈഹഖി റിവായത്ത് ചെയ്ത ഹദീസുകളുടെയും മറ്റുള്ളതായ മഹാന്മാരാവുന്നതായ ചരിത്രത്തിൻ്റെ പണ്ഡിതന്മാർ ഇബ്നു കസീർ തങ്ങളെ പോലുള്ളവരൊക്കെ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഉറൂസ് എന്നുള്ളത് നമ്മളിവിടെ കൊണ്ടാടപ്പെടുന്നത്. അങ്ങനത്തെ ഈ ഉറൂസ് അത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ അത് പല മഹാന്മാരുടെ ഖബറുകളിലും അവർ മരണപ്പെട്ട് ഒരു വർഷം തികയുമ്പോൾ പിന്നെ അങ്ങനെ ഓരോ വർഷത്തിലും നടത്തപ്പെടുകയാണ്. അത് ഈ കേരളത്തിൽ മാത്രമുള്ള ഒരു പണിയല്ലത്. അത് ലോകത്ത് മുഴുവനും സുന്നികൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഉണ്ട്. മഹാനാവുന്ന അഹമ്മദുൽ ബദവി തങ്ങളെ പിന്നെ ഉറൂസിനെ പറ്റി അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായ ഒരു ഉറൂസാണ്. അവിടെ എന്ന് പറഞ്ഞാൽ എത്രയോ ദിവസങ്ങളോളം റോഡൊക്കെ ബ്ലോക്കായി അത്ര വലിയതായ ആളുകൾ തടിച്ചു കൂടുന്നതായ ഒരു ഉറൂസ്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനത്തെ ഉറൂസുകളൊക്കെ നടക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഇസ്ലാമികമായി വളരെയധികം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട സംഗതികളായതുകൊണ്ടാണ് നമ്മളെ പൂർവീകന്മാരാവുന്നതായ ഉസ്താദന്മാരും നമ്മളെ മശായിഖന്മാരൊക്കെ അതിനെ അംഗീകരിച്ച് അത് ചെയ്തു. അപ്പം അങ്ങനത്തെ അതുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ ഈ ഉറൂസ് കൊണ്ടാടപ്പെടുന്നത് ബഹുമാനപ്പെട്ടതായ നമുക്കൊക്കെ സുപരിചിതനായ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദ അവർ ഒരുപാട് ആളുകൾക്ക് അവരെ ദീനിയായ നിലക്ക് തർബിയത്ത് ചെയ്യുകയും അവർക്ക് പിന്നെ ദിക്റുകൾ ചെല്ലാൻ കൊടുത്തുകൊണ്ടിട്ട് അവരൊക്കെ ജീവിതത്തിൽ ശുദ്ധീകരിക്കുകയും ജീവിതത്തിൽ വളരെ ലളിതമായ ജീവിതം നയിക്കുകയും വളരെയധികം സുന്നത്തുകളെയും ശർഈയാവുന്ന ആദാബുകളെ ഒക്കെ പൂർണ്ണമായി പരിഗണിച്ചുകൊണ്ട് ജീവിച്ചൊരു വലിയ മഹാനാണ്. ഒരു മനുഷ്യനുള്ള തൗഫീഖ് എന്ന് പറഞ്ഞാൽ അതാ ഇസ്തിഖാമത്ത് എനിക്ക് കഴിയും. ഏറ്റവും വലിയ കറാമത്ത് അതാണ്. കറാമത്ത് 2 ജാതിയാണ്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കല്ല. ആ 2 ജാതിയിൽ നിന്ന് മാനവിയായ കറാമത്തുകളുണ്ടാവും, ഹിസ്സിയായ കറാമത്തുകളുണ്ടാവും. ഹിസ്സിയായ കറാമത്തിനേക്കാൾ വലുത് മാനവിയായ കറാമത്താണ്. എന്താ മാനവിയായ കറാമത്ത്? വിശുദ്ധമാവുന്ന ദീനിൻ്റെ ആ അവാമിർ, ആ നവാഹികൾ, അതിന് ശരിക്കും നിന്ന് പോരാൻ കഴിയുക.
അത് സുന്നത്തായ അവാമീറുകളാവട്ടെ ആദാബുകളാവട്ടെ അതിനെ പരിപൂർണമായി പരിഗണിച്ചു നിന്ന് വരാൻ കഴിയും. അതാണ് ഒരു മനുഷ്യൻ. അൽ ഇസ്തിഖാമത്തു ദറജത്തുൻ ല യുതീഖഹ ഇല്ലൽ അകാബിർ. മഹാന്മാർ ഇസ്തിഖാമത്തിനെ പറ്റി അവർ രേഖപ്പെടുത്തിയത് അങ്ങനെ. അത് ഏറ്റവും പരമോന്നതമായ ഒരു പദവിയാണ് ഇസ്തിഖാമത്ത്. ല യുതീഖഹ ഇല്ലൽ അകാബിർ. അത് വലിയ ആളുകൾക്ക് അതിലുണ്ടാക്കാൻ കഴിയുള്ളൂ എന്നാണ്. അപ്പോൾ ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്ത്. എത്രയോ നമ്മൾ അറിയപ്പെടുന്ന, നമ്മൾ വലിയവരാണെന്ന് മനസ്സിലാക്കാത്ത എത്ര പണ്ഡിതന്മാരിവിടെ കഴിഞ്ഞുപോയി. സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ വലിയ വലിയ മഹാന്മാർ, അവർക്ക് ഇസ്തിഖാമത്ത് വളരെയധികം, അവർ എല്ലാ വക്തിലും അതിൻ്റെ അവ്വൽ വക്തിൽ നിസ്കരിച്ചു. അവർ മുമ്പും പിമ്പുള്ളതായ സുന്നത്തുകൾ അവർ നിസ്കരിച്ചു. കണ്ടോ, അവർ സർവ്വസമയത്തും ഒന്നുണ്ടായും കൊണ്ടാണ് അവർ നടന്നത്. അപ്പോൾ ആ ഇസ്തിഖാമത്തിൻ്റെ മേൽ നിന്ന് പോരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കറാമത്ത് എന്നുള്ളത്. രണ്ടാമത്തെ ഒന്നാണ് ഹിസ്സിയായ കറാമത്ത്. അപ്പോൾ ഹിസ്സിയായ കറാമത്തിനേക്കാൾ വലുതാണ് മഅനവിയായ കറാമത്ത്. ഹിസ്സിയായ കറാമത്ത് അത്ഭുതങ്ങൾ ഇവിടെ പലർക്കും കാണിക്കാൻ കഴിയും. അത് ശൈത്താനെ സേവിച്ചവരും അത്ഭുതം കാണിക്കും. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അത്ഭുതങ്ങൾ കാണിക്കും. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അത്ഭുതങ്ങൾ കാണിക്കും. പക്ഷെ അത് ഏറ്റുമുട്ടുമ്പോഴാണ് അറിയൽ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഔലിയാവിൽ നിന്നുണ്ടായ അത്ഭുതങ്ങളും അല്ലാത്ത വല്ല കങ്കട്ട് വിദ്യക്കാരനേക്കുന്നോ അല്ലെങ്കിൽ ശൈത്താനെ സേവിച്ചു കൊണ്ടുള്ളവൻ്റെ അത്ഭുതങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. മഹാനാവുന്ന ഇബ്നുൽ അറബി തങ്ങൾ അവരെ കാലഘട്ടത്തിൽ ഒരുത്തം പറന്നു എന്ന് പറഞ്ഞു. ഒരു ബ്രാഹ്മണൻ പറന്നു വരാം. ആ മൂപ്പരോട് ഉപരീശന്മാർ വന്ന് ചോദിച്ചു, എന്താ ഇവൻ പറക്കിനുണ്ടില്ലേ, നിങ്ങൾക്ക് അങ്ങനെ പറക്കാൻ കഴിയും? ആ മൂപ്പര് പറഞ്ഞു, അവൻ്റെ പറക്കൽ ഞാൻ കാണിച്ചു തരാം. ഒരു ചെരുപ്പെടുത്ത് അവൻ്റെ എറിഞ്ഞു, അവൻ വീണു. നേരെ മറിച്ച് മൂപ്പര് പറന്നപ്പോൾ മൂപ്പനെ തള്ളിയിടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മൂസനബിൻ്റെ മുഅ്ജിസത്ത് കണ്ടില്ലേ? മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ പിന്നെ പാമ്പിൻ്റെ കോലത്തിൽ അവർ സിഹിർ ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാക്കിയ സർവ്വത്തിനെയും അതിജീവിക്കാൻ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ വടിക്ക് കഴിഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന അമ്പിയ ആണെങ്കിലും ഔലിയ ആണെങ്കിലും അവരിൽ നിന്നുണ്ടാവുന്ന അത്ഭുതങ്ങൾ, ആ അത്ഭുതങ്ങളെ അതിജീവിക്കാൻ മറ്റൊന്നിനും സാധിക്കൂല. അങ്ങനെ ഏറ്റുമുട്ടൽ നടത്തുമ്പോഴാണ് അത് യഥാർത്ഥമാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാവും. ഇബ്നു സയ്യാദ് തങ്ങളെ ഇബ്നു സയ്യാദ് എന്ന് പറഞ്ഞ ഒരു കള്ളൻ, അവൻ പിന്നെ മദീനത്ത് ജനിച്ചപ്പോഴും അവനെ കാണാൻ വേണ്ടി പല അത്ഭുതങ്ങളും അവൻ പറയുന്നുണ്ട്, പല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ട്. അവനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞപ്പോൾ റസൂലും ഉമർ ബിൻ ഖത്താബ് അടക്കമുള്ളതായ അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ളവർ കാണാൻ ചെന്നപ്പോൾ അവൻ അവൻ്റെ സമപ്രായക്കാരായ കുട്ടികളെ കൂടെ എന്തൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കി കൊണ്ടിട്ട് അവൻ കളിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഉമ്മ പറഞ്ഞു, യാ സാഫ് മുഹമ്മദും വാ സുഹാബുഹു, അവിടെ മോനെ മുഹമ്മദും അസ്വാബും വന്നിട്ടുണ്ട്, റസൂൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെന്താക്കി ഒളിച്ചു ഒരു ഈത്തപ്പന മരത്തിൻ്റെ അപ്പുറത്ത്. അങ്ങനെ റസൂൽ അവനെ വിളിപ്പിച്ച് അവരോട് ചോദിച്ചു, എടോ ഈ ഇവിടെ പല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ട്, പല അത്ഭുത വാർത്തകളും പറയുന്നുണ്ട്, കൈഫ എഴുത്തീക്കെല്ലാം ഇതിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ റസൂലാനോട് മറുപടി പറഞ്ഞു, എഴുത്തീനി സ്വാദിഖം വ കാദിബൻ, എനിക്ക് വരുന്ന വാർത്തകൾ മുഴുവൻ ശരിയല്ല, അത് സത്യം ഉണ്ടാവും അസത്യം ഉണ്ടാവും. അപ്പോൾ റസൂൽ അവനോട് പറഞ്ഞു, കത് ഖുല്ലിത അലൈക്കൽ അംർ, എടോ നിൻ്റെ കാര്യം മോശമാണ്. കാരണം ശരിയായ ഇലാഹിയായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആ മദത് പ്രകാരം ഉണ്ടാവേണ്ടതാണെങ്കിൽ അത് സിദ്ഖ് മാത്രമേ വരുള്ളൂ. അമ്പിയാക്കന്മാരെ കലാമ് നോക്ക്, അവർ പറയുന്നത് സാദിഖ മാത്രമേ ആവുള്ളൂ. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാ അവരെ കലാമ് സാദിഖ് മാത്രമേ ആവൂ, സിദ്ഖ് മാത്രമേ ആവുള്ളൂ. അവർ കഴിഞ്ഞു പോയതിനെ പറ്റി പറഞ്ഞാലും വരാൻ പോണതിനെ പറ്റി പറഞ്ഞാലും കഴിഞ്ഞു പോയതിനെ മനസ്സിലാക്കാനുള്ള പ്രത്യേക മാധ്യമങ്ങൾ അവരെ കൈവശമുണ്ട്, വരാൻ പോകുന്നത് മനസ്സിലാക്കാനുള്ള മാധ്യമങ്ങൾ അവരെ കൈവശമുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചായിരിക്കും അവർ പറയാം. ആ പറയണത് സത്യമാവുള്ളൂ, അത് അസത്യമാവൂല. ഇബ്നു സയ്യാദ് പറഞ്ഞത് എന്താ, എഴുത്തീനി സ്വാദിഖം വ കാദിബൻ, ഞാൻ പറയുന്ന വാർത്തകളിൽ അതിൽ സത്യം ഉണ്ടാവും അസത്യം ഉണ്ടാവും. അപ്പം ഇതാണ് അള്ളാഹുവിൻ്റെ സാലിഹ്യങ്ങളാവുന്നത്. അപ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാവലല്ല അള്ളാഹു, അതിനേക്കാൾ വലുത് ഇസ്തിഖാമത്തിന് മേൽ നിന്നു പോരലാണ്. അതായിരുന്നു ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. അവർ ഇസ്തിഖാമത്തിൻ്റെ മേൽ നിന്നു പോന്നു. അവർ എല്ലാ ആദാബുകളെ പരിഗണിച്ചു, അവർ എല്ലാ സുന്നത്തുകളെ പരിഗണിച്ചു, അവാമിറുകളെ ഒക്കെ അള്ളാഹുവിൻ്റെ അവാമിറുകളും അത് വാജിബായാലും മസ്നൂ സുന്നത്താണെങ്കിലും മറ്റുള്ള ആദാബുകളാണെങ്കിലും അതിനെ പരിഗണിച്ചുകൊണ്ട് അവർ നിന്നു പോകുന്നു. ഇതാണ് ഏറ്റവും വലിയ തൗഫീഖ് ഒരു മനുഷ്യനെ സംബന്ധിച്ചോ. അതൊരു യഥാർത്ഥ മോമിനിക്ക് മാത്രമേ അങ്ങനെ ഇസ്തിഖാമത്തിൻ്റെ മേൽ നിന്ന് വരാൻ സാധ്യമാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മഹാന്മാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ അല്ലാഹു മർക്കദ അവർക്കുള്ളതായ ഹിജാബ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഉറൂസിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവരുടെ ഈ മസാറിനോട് അനുബന്ധമായി കൊണ്ട് നടത്തപ്പെടുന്ന ഈ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതൊക്കെ ഒരു നല്ല ദീൻ്റെ സ്ഥാപനങ്ങളായി കൊണ്ടിട്ട് ഉയർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് അതിനോട് ബന്ധപ്പെട്ട അവരെ മക്കൾക്കും ഈ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ സ്ഥാപനങ്ങളൊക്കെ അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഇവിടെ കൂടിയതായ പല ആളുകളും പല ജാതി ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ദുആ ചെയ്യാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഉള്ളതായ എല്ലാ ഉദ്ദേശങ്ങളെയും അർഹമുർറാഹിമീനായ തമ്പുരാനെ നീ ഹാസിലാക്കി കൊടുക്കണേ. ഞങ്ങളെല്ലാവർക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളെയും ഹാസിലാക്കണേ അള്ളാഹ്. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും ഈ COVID-19 എന്ന മാരകമാവുന്ന വൈറസ് മുഖേന ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും ബഹുമാനപ്പെട്ട അത്തിബത്ത് ഉസ്താദിൻ്റെ ഹക്ക് കൊണ്ടും മറ്റുള്ളതായ മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖ് അജിദാദിൻ്റെ ഹക്ക് കൊണ്ടൊക്കെ നീ ശിഫിയാക്കി കൊടുക്കണേ റബ്ബേ. ഈ ഉറൂസിനെ നീ കബൂൽ ചെയ്യണേ. ഈ സിയാറത്തിനെ കബൂൽ ചെയ്യണേ. ഇതിനോടനുബന്ധിച്ചു കൊണ്ടുണ്ടായ എല്ലാ പ്രവർത്തനങ്ങളെയും കബൂൽ ചെയ്യണേ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതായ സർവ്വ ആളുകൾക്കും എല്ലാ നിലക്കുള്ള ഖൈറും ബർക്കത്തൊക്കെ ചൊരിയണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.